ഇത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ രണ്ടാം ഭാഗമാണ്. 6ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. ഇതിൽ കണ്ടോ, സംയുക്തങ്ങളുടെ ഘടന തന്മാത്ര സൂത്രം എന്ന് പറയുന്നത് C2 എന്ന് പറയുമ്പോൾ 2 C, H6 എന്ന് പറയുമ്പോൾ 6 6, 1 2 3 4 5 6. ഇനി C2H4 എന്ന് പറയുമ്പോൾ 2 Cയും 4 Hുമാണ്. ഇനി C2H2 എന്ന് പറയുമ്പോൾ 2 Cയും 2 Hുമാണ്. ഒരു H മൈനസ് സിയും അടുത്തത് C മൈനസ് H. അതുപോലെ തന്നെ ഇവിടെ ഒരു C, ഇങ്ങനെ 2 H, ഇവിടെ ഒരു C, ഇങ്ങനെ 2 H, ഇവിടെ ഒരു Cയും ഇവിടെ 3 അതുപോലെ തന്നെ ഒരു C ഈ ഭാഗത്ത് 3. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ എഴുതാമെന്ന്, ഇതിൽ CH4ഉം ഇപ്പോഴേ CH4ഉം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു Cയും 4 Hുമാണ്. അപ്പോൾ CH 4 ഉണ്ട്. ഇനി CH3 മൈനസ് CH3, ഒരു CH3 3 ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പറേയും CH3 3 ഉണ്ട്. മൈനസ് എന്ന് പറഞ്ഞാൽ കണ്ട ഈ വരെയാണ് മൈനസ്. അതുപോലെ C2ഉം H6 എന്ന് പറഞ്ഞാൽ C 2 ഉണ്ട്, H 6 ഉണ്ട് മൊത്തം. ഇനി CH3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരെണ്ണത്തിൽ CH 3 ഉണ്ട്, അടുത്തതിൽ CH 2 ഉണ്ട്, ഇപ്പറേ CH 3 ഉണ്ട്. C3യും C 3 ഉണ്ട്, H 8 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇതുപോലെ എഴുതാനാണ്. അപ്പോൾ ഒരു C എഴുതുക, 3 ഒരു വര ഇവിടെ, ഒരു വര ഇവിടെ, ഒരു വര ഇവിടെ, അവിടെ H എഴുതുക, പിന്നെ അടുത്ത മൈനസ് ഇടുക, എന്നിട്ട് CH2 എന്ന അടുത്ത C എഴുതുക, ഇവിടെ ഒരു വര ഇട്ടിട്ട് H എഴുതുക, മുകളിലൊരു വര ഇട്ടിട്ട് H എഴുതുക. അതുപോലെ എഴുതിയാൽ മതി. അപ്പോൾ C എണ്ണിയപ്പോൾ എത്ര എണ്ണം വന്നു? C4. H എണ്ണിയപ്പോൾ എത്ര എണ്ണം വന്നു? പിന്നെ ഇതിൽ C5ഉം H12ഉം എഴുതണം. C 5 എണ്ണം എഴുതുക, H12. പിന്നെ അതുപോലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം, ആൽക്കൈനുകളുടെ ഘടന, കണ്ടെയ്ൻ ഫോർമുല, തന്മാത്ര സൂത്രം. 2 C, ഒരു Cയിൽ തന്നെ 2 H. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പറേയും അതുപോലെ തന്നെ. അപ്പോൾ CH അവിടെ 2 ആണ് വരുന്നത്. ഇതുപോലെ തന്നെ CH2 ഇപ്പുറത്തും വരും. അപ്പോൾ C2 2 Cയും ഉണ്ട്, 4 Hും ഉണ്ട്.